നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്നും ഞാൻ ഒരു സന്ദേശം പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അത് എല്ലാം ഇന്ന് പ്രഭാതത്തിൽ പറയുവാൻ സാധ്യമായി വരികയില്ല. അത് രണ്ടാം ഭാഗമായിട്ട് ബാക്കിയുള്ള സന്ദേശം പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വേദഭാഗം പരസ്യമായിട്ട് ഈ സമയത്ത് വായിക്കും. അവരിൽ വച്ച് ആർ വലിയവൻ എന്നൊരു വാദം അവരുടെ ഇടയിൽ നടന്നു. യേശു അവരുടെ ഹൃദയ വിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി. ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങൾ എല്ലാവരിലും ചെറിയവനായവൻ അത്രേ വലിയവനാകും എന്ന് അവരോട് പറഞ്ഞു. നാഥാ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട്, വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ തുടങ്ങി നിരന്തരമായി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന ഒരു വേദഭാഗമാണ്. ഇതിനോടകം നിങ്ങളിത് പല ആവർത്തി വായിച്ചു എന്ന് ഞാൻ കരുതട്ടെ. ആരെങ്കിലും അങ്ങനെ വായിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിച്ചപ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 9-ാം അധ്യായത്തിൻ്റെ 50 വരെയുള്ള വചനങ്ങളിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷ. ആ ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഭാഗമാണ് 46 മുതൽ 50 വരെയുള്ള വചനം. 9-ന്റെ 51 മുതൽ 19-ന്റെ 27 വരെ കർത്താവ് യെരുശലേമിലേക്ക് ശിഷ്യന്മാരുമൊത്ത് കടന്നു പോവുകയാണ്. അവിടെ ക്രൂശിക്കപ്പെടുവാനായിട്ട് കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്ന യാത്രയിലും ധാരാളം ശിഷ്യത്വ പാഠങ്ങൾ കർത്താവ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിന് മുൻപ് ഈ 46 മുതൽ 50 വരെയുള്ള വാക്യമാണ് ഗാലിലിയിലെ മിനിസ്ട്രിയുടെ അവസാനത്തെ 2 ടീച്ചിങ്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പുറത്തോട്ടുള്ള ശുശ്രൂഷകൾ ഏറെക്കുറെ സമാപിച്ചു. കർത്താവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് പറയുന്ന വിലപ്പെട്ട ആലോചനകളാണ്. അത് നമ്മളോടും കർത്താവ് സംസാരിക്കുന്നതായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വചനങ്ങളെ ചിന്തിക്കണം. ഈ 46 മുതൽ 50 വരെയുള്ള വേദഭാഗം 2ആയിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ഒരു പഠിപ്പിക്കലാണ്. 49, 50 വാക്യങ്ങൾ രണ്ടാമത്തെ പഠിപ്പിക്കലാണ്. ഇത് രണ്ടും ഒരേ ആശയമാണ് നമുക്ക് തരുന്നത്. ഈ രണ്ടിൻ്റെയും ആകത്തുക എന്ന് പറയുന്നത് താഴ്മയുടെ പ്രാധാന്യതയെ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഈ വേദഭാഗത്ത് 2 സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 2 സംഭവങ്ങളുടെയും മുഖ്യ പ്രമേയം താഴ്മയുടെ പ്രാധാന്യത എന്നതാണ്. നമ്മൾ വളരെ പഠിക്കേണ്ട
ഒരു പാഠമാണ്. ഈ രണ്ട് ഇൻസിഡൻസും ശിഷ്യന്മാരുടെ തുറന്ന നിഗള മനോഭാവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അയ്യോ, അവർക്ക് നിഗളം ഉണ്ടായിരുന്നു, അവർക്ക് കാണും, നമുക്കുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 46-ാം വാക്യം, അവരിൽ വെച്ച് ആർ വലിയവൻ എന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. ആർ വലിയവൻ, അതാണ് വാദം. ദൈവസന്നിധിയിൽ എനിക്ക് വലിയവനാകണം, അതല്ല വിഷയം. ഞങ്ങൾ തമ്മിൽ ആരാ വലുത്, അതാണ് വിഷയം. അവരിൽ വച്ച് ആർ വലിയവൻ. നമ്മൾ അതിശയിക്കും, നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ഒരു ചിന്ത വന്നെന്ന് നമ്മൾ ചോദിക്കും. അതെന്താണ്? ഈ കൂടെ നിൽക്കുന്നത് ആരാണ്? അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു. അങ്ങനെയല്ലേ നിങ്ങൾ 20-ാം വാക്യത്തിൽ ഏറ്റു പറഞ്ഞത്? നിങ്ങൾക്കറിയത്തില്ലേ ഇതാരാണെന്ന്? യേശു കൂടെ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ചിന്ത, ഓക്കെ, അതിനകത്ത് ഇപ്പം നമുക്ക് തർക്കമൊന്നുമില്ല, യേശുവാണ് ഏറ്റവും വലിയ, ഞങ്ങൾ തമ്മിലാരാ? അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങളൊന്ന് ചിന്തിച്ച്, നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ടീം സ്പോർട്ടുകൾ കളിച്ചിട്ടുള്ളവരാണ്. ഫുട്ബോളും ഹോക്കിയും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുള്ളവരാണ്. ഇവിടെ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുന്നവരുണ്ട്, ഫുട്ബോൾ കളിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ ടീം സ്പോർട്ട് എന്ന് പറയുന്നത് 11 പേര് അല്ലെങ്കിൽ അതിൽ കുറച്ചുള്ള ആളുകൾ, ഇത് കളിക്കുന്ന ഒരാളിന് ഞാനായിരിക്കണം കേവൻ. ജയിച്ചാലും കൊള്ളാം, ടീം തോറ്റാലും കൊള്ളാം, എല്ലാവരും എന്നെ പൊക്കി പറയണം. ഫുട്ബോളുകാരോട് ഞാൻ ചോദിക്കുക, അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ എന്തെല്ലാം തന്ത്രങ്ങൾ ചെയ്യും? ഗോൾ അടിക്കാൻ വാക്കിന് നിൽക്കുന്ന ഒരുത്തിന് വേണേ പാസ് കൊടുക്കാതിരിക്കും. എന്താ? അവൻ അടിച്ചാൽ നമുക്ക് പ്രശ്നം, അത് നമ്മളാണ് അടിക്കേണ്ടത്, അല്ലേ? ടീം സ്പോർട്ടിന്റെ വിജയമെന്ന് പറയുന്നത് കോർത്തിണങ്ങി ഒത്തൊരുമയോടെ പരസ്പര ധാരണയോടെയാണ് കളിക്കേണ്ടത്. അങ്ങനെ ജയിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ആ ടീം സ്പോർട്ടിനകത്ത് ഒരുവൻ ചിന്തിക്കുകയാണ്, കളി കഴിയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ക്ഷയിക്കാൻ, എടാ നീ ഇല്ലായിരുന്നെങ്കിൽ, ഇനി തോറ്റുപോയാലോ, എടാ തോറ്റാലും നീ മാനം സൂക്ഷിച്ചു, ഓ എന്തായിരുന്നു ആ ബാസ്കറ്റ്, ഇത് കാണേണ്ടതായിരുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. വളരെ ജഡികമായ ഒരു ചിന്തയാണ്. എല്ലാവരും എന്നെ മാത്രം ബഹുമാനിക്കണം, എല്ലാവരും എപ്പോഴും എന്നെ മാത്രം പുകഴ്ത്തണം. ടീമിലുള്ളവരെങ്ങനെ വേണേ പോട്ട് ജയിക്കുമോ നോക്കൂ, അതെങ്ങനെയും ആട്ടെ. എത്ര ജഡികമായ ഒരു അബദ്ധ ചിന്തയാണത്. ഇതാണ് ഇവിടെ ശിഷ്യന്മാരിൽ നമ്മൾ കാണുന്നത്. ഇനി അതിൻ്റെ ഗൗരവം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഗൗരവം മനസ്സിലാക്കണം. ഇത് മനസ്സിലായെങ്കിലേ നമ്മുടെ കാര്യം എനിക്ക് പറയാനൊക്കൂ. ഈ 9-ാം അധ്യായം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് ഒക്കെ നമുക്കറിയാം. 43, 44, 45 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. 9 ശിഷ്യന്മാർക്ക് കഴിയാതെ ഇരുന്ന ഒരു വലിയ പ്രശ്നത്തെ കർത്താവ് ഒറ്റ വാക്കുകൊണ്ട് പരിഹരിക്കുന്നു. ഒരു ഭൂതത്തെ പുറത്താക്കുന്നു. ജനമെല്ലാം ഇളകി. ശിഷ്യന്മാർക്കും അവർക്കും വിസ്മയമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 44-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ കർത്താവ് അവരോട് പറയുന്നത്, ഇത് ശ്രദ്ധിച്ച് കേൾക്ക്. എന്നിട്ട് അവിടുത്തെ ക്രൂശ് മരണത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. 45-ാം വാക്യത്തിൽ ആവർത്തിച്ച് ലൂക്ക് എഴുതിയിരിക്കുന്നത് അവർക്കിതൊന്നും മനസ്സിലായില്ല. അപ്പൊ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശിഷ്യന്മാർ 46 മുതലുള്ള വാക്യങ്ങളിൽ
അവരിലേക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യുകയാണ്. കർത്താവ് പറയാണ്, ഞാൻ യാഗമായി തീരാൻ പോകുകയാണ്. കർത്താവ് അവരെ ക്രൂശിന്റെ വഴി കാണിക്കുമ്പോൾ അവര് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് അവർക്കിപ്പോൾ അതൊന്നുമല്ല വിഷയം. ഞങ്ങളിൽ വലിയവൻ ആരാണ്? എത്ര ഭീകരമാണ്, എത്ര ഭയാനകമാണ്, എന്തൊരു വിരോധാഭാസമാണിത്. കർത്താവ് പറയുന്നത്, ഞാൻ ത്യജിക്കപ്പെടാൻ പോകുകയാണ്, യെരൂശലേമിൽ ചെന്ന് അവരെന്നെ ക്രൂശിക്കും. ഇതൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ശിഷ്യന്മാര് മുഴുവനും കൺസ്യൂംഡ് ആയിരിക്കുന്നത് നമ്മുടെ റാങ്ക് എന്താ അത് പറ. കർത്താവ് ഇത് 44 വാക്യത്തിൽ മാത്രമല്ല, 22 വാക്യത്തിലും 44 വാക്യത്തിലും അവിടുത്തെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അവിടുന്ന് പഠിപ്പിച്ചു. അതുമാത്രമോ, ശിഷ്യന്മാർ തൻ്റെ പിന്നാലെ വരുന്നവർ 23 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കണമെന്ന് പഠിപ്പിച്ചു. പക്ഷേ 45 വാക്യം പറയുന്നത്, ഇതൊന്നും ഇറ്റ് ഹാസ് നോട്ട് സങ്ക് ഇൻ ടു ദെയർ ഹാർട്ട്സ്. മനസ്സിലാകുന്നില്ല. വേറെ എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇനി മനസ്സിലാകാത്തവർ ചോദിച്ച് മനസ്സിലാക്കും. പക്ഷെ ഇതവർക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണ്ടേ? അവർ ശങ്കിച്ചെന്ന 45 വാക്യം പറയുന്നത്. They were afraid to ask him. 45 വാക്യം നോക്കിക്കേ. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു. ആ വാക്ക് സംബന്ധിച്ച് അവരോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു. സ്തോത്രം. ഇപ്പൊ കർത്താവ് ആഴത്തിൽ പഠിപ്പിച്ച പാഠങ്ങൾ അവർക്ക് മനസ്സിലാകാതിരിക്കുകയാണ്. അപ്പൊ ഈ 46 മുതൽ 50 വരെയുള്ള വാക്യത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 ഇൻസിഡൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അത് 43 മുതൽ 45 വരെയുള്ള വചനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അവർ പല കാര്യം ഗ്രഹിക്കാതെ ഇരിക്കുന്നത് നിമിത്തം ഉണ്ടായ പിടിവലിയാണിത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനാണോ സഭയിൽ വലിയവൻ? എൻ്റെ വീട്ടിലാരാ വലിയവൻ? ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ആരാ വലിയവൻ? എന്താ ഇത്? ഇതിന്റെ കാരണം ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഇല്ല. അതെന്നാ? പഠിച്ചിട്ടില്ലേ? പഠിപ്പിച്ചു, പക്ഷെ മനസ്സിലാക്കണ്ട. They are more influenced by the world. ഒരു പക്ഷെങ്കിൽ ശിഷ്യന്മാർക്കിടയിലുള്ള ഈ മത്സര മനോഭാവം ദൈവപദ്ധതി മനസ്സിലാക്കുന്നതിൽ നിന്ന് ശിഷ്യന്മാരെ തടഞ്ഞതുമാകാം. ഉള്ളിലിരിക്കുന്നതല്ല ആരാണ് വലുത് വലുത് വലുത്. ഇവിടെ സ്വയമായിട്ട് ത്യജിക്കണം, ക്രൂശ് എടുക്കണം. മനസ്സിലാകത്തില്ല. എന്താ? ഇതല്ലേ ഇരിക്കുന്നത്. ഇതൊരു വലിയ തിമിരം പോലെ ഇരിക്കുക. ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളെല്ലാം. പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്? ദിസ് ഇസ് പോസിബിളി എ ബിഗ് hindrance to their understanding of the Christian life. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഓൺലൈനിലുള്ളവർ, ഇവിടെയുള്ളവർ, നമ്മളിത് മനസ്സിലാക്കണം. ക്രൂശിൽ നിന്ന് കണ്ണകറ്റി, അത് നിമിത്തമാണ് ഈ വലിയ പരാജയം അവർക്കുണ്ടായിരിക്കുന്നത്. എന്താണ് പരാജയം? Seeking greatness for themselves. ഞാൻ, ഈ ഞാനാണ് ഉപേക്ഷിക്കേണ്ടത്, ഞാനിനെയാണ് കൊല്ലേണ്ടത്. ഈ ഞാൻ എന്ന വിഗ്രഹമാണ് തകരേണ്ടത്. തന്നെത്താൻ നിഷേധിക്കണം. അതിന് ഘടകവിരോധമായിട്ടാണ് ഇപ്പൊ അവരുടെ ഉള്ളിൽ ചർച്ച നടക്കുക. പ്രൈസ് ദി ലോർഡ്. അവരുടെ ശ്രദ്ധ മുഴുവനും കർത്താവിന്റെ ഐഡന്റിറ്റി അവർക്കറിയാം. 20 വാക്യത്തിൽ അവർ പറഞ്ഞതാണ്, യേശു മശിയാണ്. അവർക്കറിയാം. മശിയാണെങ്കിൽ മശിയ പോകുന്നത് കിരീടത്തിലേക്കാ, മഹത്വത്തിലേക്കാ. ഇവർക്ക് മഹത്വം വേണം, പക്ഷെ ക്രൂശ് വഴിയാണ് ഈ മഹത്വം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ആവർത്തിച്ച് കർത്താവ് ഇത് പറയുന്നുണ്ട്. 44 വാക്യത്തിൽ ശ്രദ്ധിച്ച് കേൾക്ക്. അവര് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവരവർ ചിന്തിക്കുക.
ഞാൻ നിങ്ങളോട് കഴിഞ്ഞ നമ്മുടെ ഈ 9-ാം അധ്യായത്തിലെ ധ്യാനത്തിലെല്ലാം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ ഉള്ളിൽ മറ്റൊരാശയവുമുണ്ട്, അതും ഇവർക്ക് തടസ്സമാണ്. അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മശിയ വരുമ്പോൾ അക്ഷരീകമായ ദൈവരാജ്യം സ്ഥാപിക്കും, അതിൻ്റെ കുറെ നന്മകൾ, അവർ ലോകത്തെ ഭരിക്കും. മശിയ ഭരിക്കുമ്പോൾ ഇപ്പൊ മശിയ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്തു, നസ്രയനായ യേശുവാണ്. അങ്ങനെയാണെങ്കിൽ നസ്രയനായ യേശു യെരുശലേമിൽ ചെന്ന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഭരിക്കുന്നവരാകും. ഈ അക്ഷരീക രാജ്യം, ഇപ്പോഴത്തെ വിടുതൽ, ഇപ്പോഴത്തെ അവരുടെ കാര്യങ്ങൾ, ഇതാണ് അവരുടെ ഉള്ളിൽ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. They are not interested in understanding about the cross. Praise the Lord. വ്യക്തിപരമായ പങ്കപ്പാടുകളും കഷ്ടാനുഭവങ്ങളെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അവരെ സംബന്ധിച്ചോളം വ്യക്തിപരമായ മഹത്വമാണ് അവരുടെ ആർഗ്യുമെന്റ്. പ്രിയരെ, ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം അപ്ലൈ ദ ബ്രേക്ക്. നമ്മുടെ ഉലകത്തിലാരും കണ്ടിട്ടില്ല നമ്മുടെ ഉള്ളിലെ ചിന്ത എന്താണ്. പിന്നീട് അത് സംബന്ധിച്ച് പറയാം. അപ്പോൾ ഒരു കാര്യം ഇന്ന് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. യഥാർത്ഥമായി അതിപ്രധാനമായ ഈ വിഷയം, ക്രൂശിന്റെ സന്ദേശം ഒരുവൻ അറിയത്തില്ലെങ്കിൽ സാരമായി 2 കാര്യങ്ങളിൽ ബാധിക്കും. ഒന്ന്, ക്രിസ്തീയ ശുശ്രൂഷ. ക്രൂശിന്റെ സാധ്യതയെക്കുറിച്ച് അറിയാത്ത ഒരാളിന് മറ്റുള്ളവരെ പാപക്ഷമയിലേക്ക് നയിക്കാൻ കഴിയില്ല, മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തീയ ജീവിതം, ശിഷ്യത്വത്തിന്റെ മാർഗം അവർക്ക് അറിയില്ല. അതിന് കാരണം ക്രൂശിനെ കുറിച്ചുള്ള വെളിപ്പാടില്ല. ഇതാണിവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ അതൊന്ന് ഹിറ്റ് ചെയ്യണം. ഇവർ കർത്താവിനെ അനുഗമിക്കാൻ സമർപ്പിക്കപ്പെട്ടിറങ്ങിയവരാണ്. ഇവർ ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങളെല്ലാം കണ്ടു. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ ഇവർ വ്യക്തിപരമായി കർത്താവ് കൊടുത്ത അധികാരത്തിലും ശക്തിയിൽ നിന്നുകൊണ്ട് ചെയ്യുകയും ചെയ്തവർ. എന്നിട്ട് കർത്താവ് പഠിപ്പിച്ച ബൈബിൾ സ്റ്റഡികളിലെ സ്റ്റുഡന്റുകളായിരുന്നു. കർത്താവിന്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം കർത്താവിൽ അനുഭവിച്ചവരാണ്. ഈ കൂട്ടരാണ് നിസ്സാര കാര്യങ്ങൾക്ക് വഴിക്കിടെ തർക്കവും ബഹളവും കാണിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണിത്. ബ്രേക്ക് അപ്ലൈ ചെയ്യും. നമ്മെ വിവേചിക്കുക. വർഷങ്ങളായി ഈ പുൾപ്പിറ്റിൽ നിന്ന് ദൈവവചനമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു മായവും ചേർത്തിട്ടില്ല. ആര് ഈ പുൾപ്പിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവത്തിന്റെ വചനമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ ദൈവവചനം മാസങ്ങൾ, വർഷങ്ങളായി ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്ത നമ്മളിൽ പലർക്ക് എന്തു പറ്റി പ്രിയരെ? നിങ്ങൾ പാസ്റ്റർമാരോട് ചോദിച്ചാൽ അവര് പറയും, മിക്ക സഭകളുടെയും പ്രശ്നം ഈ ഒരു വിഷയമാണ്. നമ്മളിൽ ശരിക്കും പാസ്റ്റർ എന്ന് പറഞ്ഞ ആരാ? നമ്മൾ റിയലി വലിയവനാരാ? ദിസ് ഇസ് ദ പ്രോബ്ലം. ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബ ജീവിതങ്ങൾ തകരാനുള്ള കാരണവും ഇത് തന്നെയാണ്. കാരണം ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? എൻ്റെ അടുത്ത് വന്ന് മുട്ടുമടക്കും. അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും പ്രശ്നം എന്താണ്? ഞങ്ങളിൽ വലിയവൻ ആരാണ്? ദിസ് ഇസ് ദ പ്രോബ്ലം. ഇറ്റ് ഈസ് എ സീരിയസ് പ്രോബ്ലം. ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. എനിക്കിത് എവിടെയെങ്കിലും കല്യാണത്തിന് പ്രസംഗിക്കണമെന്നുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ സഭകളെ ഭിന്നിപ്പിച്ചത്. ഇതാണ്. എനിക്ക് ഷെയ്ക്കാൻഡ് തന്നില്ല. അതെന്താ? ഞാൻ കൂടിയ പുള്ളിയല്ലേ. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന കസേരയിൽ തന്നെ ഇപ്പൊ വേറെ ഒരാളിരിക്കുന്നു. വേറെ ഒരു കസേര അവിടെ ഇല്ലേ? അല്ല, എന്നാലും സ്തോത്രം. ദിസ് ഇസ് അവർ പ്രോബ്ലം.
This has divided the churches. അതിന് കേരളമെന്നോ ഭാരതമെന്നോ ഇല്ല, ഓൾ ഓവർ ദ വേൾഡ്. ഇതാണ് പ്രശ്നം. ഹേർട്ടാകുക. അങ്ങനെയാണ് സഭകളിൽ നിന്ന് ആളുകൾ മറ്റ് സഭകളിൽ പോകുന്നത്. അങ്ങനെ പോയവർ പിന്നെയും പോകും. അങ്ങനെ ഞാൻ ആളുകളെ കണ്ടു. ഇന്നും സഞ്ചാരമാണ്. നോ നോ നോ. അതെന്താണ്? ഐ എം ഹേർട്ട് ഹിയർ. അപ്പൊ അവിടെ ചെന്നാലോ? അവിടെ ചെന്നാൽ കൈവെള്ള നിന്നെ പൊക്കിക്കൊണ്ട് നടക്കും. അത് കഴിഞ്ഞ് പൊത്തോന്ന് നീ താഴെ കിടക്കും. പിന്നെ ഹേർട്ടാവും. പിന്നെ അടുത്തടുത്ത് പോകും. അല്ല, എൻ്റെ പേരെന്താ ഒന്ന് എടുത്തു പറയാഞ്ഞ്? വിവാഹ വാർഷികം ഒന്ന് എടുത്തു പറയാഞ്ഞത്? ഇവിടെ ആരാണ്ടുടെ പേര് ഒരിക്കൽ പറഞ്ഞപ്പം ആരാണ്ട് പറഞ്ഞു. ഇപ്പോൾ പാസ്റ്റർ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്നാരെയാന്ന്. കേൾക്കണേ, ഹൈലൈറ്റ്. കാരണം ഞങ്ങൾ വന്നപ്പോൾ ഹൈലൈറ്റ് ചെയ്തില്ല. എന്താ ഇത്? അപ്പൊ ഇതൊക്കെ ആരുടെ ഉള്ളിലുണ്ട്? ശിഷ്യന്മാരായ നമ്മുടെ ഉള്ളിലും ഉണ്ട്. ക്രൂശ്, യെരുശലേം, ഓക്കെ, ഇതൊക്കെ ക്രൂശ്, യെരുശലേം, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാര്യം പറ. ഞങ്ങളിൽ വലിയവൻ ആരാണ്? ഇവിടെ ഒന്ന് പെയിന്റ് ചെയ്യണം. നമുക്ക് ഏത് പെയിന്റ് ആയിരിക്കും നല്ലത്? ഇപ്പോഴത്തേക്ക് 2-3 ചാമാരൊക്കെ ഈ പെയിന്റ്, എല്ലാരും കൂടെ പിന്നെ കൂടി തീരുമാനിച്ചു, വേണ്ട, വേറൊരു പെയിന്റ് ഞാൻ പറഞ്ഞതല്ല അടിച്ചത്. ആ കാരണത്താൽ അടുത്ത സഭായോഗം തൊട്ട് എല്ലാം പ്രശ്നം ഇതാ. എന്റെ കാറ് പാർക്ക് ചെയ്തിരുന്ന ആ അത്തിയുടെ ചോട്ടിൽ ആരാണ് ഈ കൊണ്ടിട്ടത്? ഉണ്ടോ? വിഷയമാണ്. ഒഫൻഡഡാ. അതെന്താ? ഞാനൊരു സംഭവമല്ലേ. എൻ്റെ കാർ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ ചെരുപ്പ് കണ്ടില്ലല്ലോ. അയ്യോ എൻ്റെ പ്രിയരെ, ചെരുപ്പൊക്കെ വളരെ സൂക്ഷിച്ചെടുത്തോണ്ട് പോകണം. സ്തോത്രം. കണ്ണാടി കൊണ്ടുവരാൻ ഞാൻ ആരാണ്ട് അങ്ങനെ ചെയ്തു പോകുന്ന. ശാന്തമായിട്ടിരുന്നാൽ മതി, അടുത്ത ആഴ്ച കൊണ്ടുവരാം. അല്ലേ പോട്ടെന്നേ, പോട്ടെന്നു. അതെന്താ? ഇത് നമ്മുടെ എല്ലാം പ്രശ്നമാകട്ടോ. അതുകൊണ്ട് ഇത് ശേഷം 2000 വർഷം മുമ്പ് എന്താ വന്ന അങ്ങനെ ഏതാണ്ട് മെസ്സേജ്. നമ്മുടെ കാര്യമായത്. നമ്മളിൽ വലിയവൻ ആരാണ്? ഐ ഫീൽ ഐ ആം ദ ഗ്രേറ്റസ്റ്റ്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ലല്ലോ. അവർക്കും തർക്കമില്ല. ജീസസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ്. അന്ത്യത്താഴത്തിനിരിക്കുമ്പോൾ കാല് കഴുകുന്ന കാര്യത്തിൽ തന്നെ അവരുടെ മനോഭാവമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. കർത്താവിന്റെ കാല് വേണേ ആര് വേണേ കഴുകും, അതല്ല പ്രശ്നം. നിന്റെ കാല് കഴുകിയിട്ട് അങ്ങനെ നീ കേവനാണ്, വേണേ എൻ്റെ കഴുകും. അതാണ് പ്രശ്നം. ഇത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ട്. സ്തോത്രം. കൈയടിച്ച് ആരാധിക്കാൻ ഇന്നൊരു ഇതില്ല. വേണ്ട. ഇതൊന്ന് കേട്ട് നമ്മുടെ അകത്തൊരു ഇത് വന്നാൽ മതി. എന്താ ഇതിൻ്റെ കാരണമെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ കാരണം നിഗളമാണ്. നിഗളം. നമുക്ക് ആ വാക്കിഷ്ടമല്ല. നമുക്ക് ഈ വാക്കിഷ്ടമല്ല. നിഗളമാണ് ആദമിനും ഹവ്വയ്ക്കും പറ്റിയത്. നിഗളമാണ് സാത്താനായി തീർന്ന മാലാഖയ്ക്ക് പറ്റിയത്. നിഗളം. നിഗളം എന്നത് വീണുപോയ മനുഷ്യ സ്വഭാവത്തെ നിർവചിക്കുന്ന പാപമാണ്. ഫോളൻ മാനിന്റെ ഡിഫൈനിങ് സിൻ എന്ന് പറയുന്നത് പ്രൈഡാണ്. സകല പാപങ്ങളും മുളയ്ക്കുക മാത്രമല്ല, മുളച്ച് വേരുപിടിച്ച് വളരുന്നത് ഈ നിഗള മനോഭാവത്തിൽ നിന്നാണ്. പ്രൈഡ് നമ്മുടെ അകത്തുണ്ടോ? ഞാൻ സാധുവും പുഴുവും പൊടിയുമാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറയാൻ നല്ല ഡയലോഗാണ് കേട്ടോ. മിക്കപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുന്ന പുള്ളികളാണ് ഏറ്റവും വലിയ നിഗളികൾ. നിഗളം. ശരിക്കും വീണുപോയ മനുഷ്യന് ഏറ്റവും സ്വാഭാവികമായി വരുന്ന ചില പാപങ്ങളാണ് സ്വയകേന്ദ്രിത ജീവിതം, സ്വസ്നേഹം. ഇതെല്ലാം ഈ നിഗളത്തിൽ നിന്ന് സ്പ്രൗട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിഗളം വീണുപോയ മനുഷ്യന്റെ പാപ സ്വഭാവത്തിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ആ വീണുപോയ മനുഷ്യന്റെ നിഗളത്തിൽ നിന്നാണ്
ഈ പാപങ്ങളൊക്കെ വെളിപ്പെട്ടു വരുന്നത്. സ്വയകേന്ദ്രീത ജീവിതം, സ്വസ്നേഹം, സ്വയ ഉന്മനം, എന്താ, സെൽഫ് പ്രമോഷൻ. എനിക്ക് പ്രസംഗിക്കാൻ അറിയാം പാസ്റ്റർ കേട്ടോ. ഞാൻ ഒരു പ്രബോധനം പറഞ്ഞോട്ടെ. സെൽഫ് പ്രമോഷൻ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ ഈ 2 മിനിറ്റ് 3 മിനിറ്റ് കുറേ വീഡിയോകൾ ചെയ്തായിരുന്നു. എങ്ങനെയാണ് ശുശ്രൂഷ? നിങ്ങളെല്ലാവരും ഇത് നല്ലപോലെ കേൾക്കണം. പലർക്കും പ്രയോജനമില്ല, എന്നാലും സത്യമായ കാര്യം ഞാൻ പറയാം. നമ്മുടെ മുൻപിൽ നടക്കുന്ന അത്ഭുതങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്ത്? ഓരോരുത്തരെ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ദൈവം അവരെ ഉപയോഗിക്കാൻ കാരണം? അവർ വരുന്നു, ശാന്തമായിട്ട് ഒരു സഭയിൽ അവരിയ്ക്കുന്നു. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അവരെ എന്ത് ചെയ്യുന്നു? ഞാൻ നമ്മുടെ സഹോദരൻ ബേബിച്ചൻ്റെ കാര്യമോ നമ്മുടെ മോള് ക്രിസ്റ്റിയുടെ കാര്യമോ ഒക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഒരു ഉദാഹരണം കൂടെ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നവീൻ ആലപ്പാട്ടി എന്ന് പറയുന്ന കർണാടകക്കാരനായ 25 വയസ്സുള്ള, 25 വയസ്സ് തന്നെ ഇല്ലെന്ന് തോന്നുന്നു, 24 വയസ്സുള്ള ഒരു ദൈവദാസൻ ആണ് നമുക്ക് രാവിലെ ഒരു സ്റ്റഡി എടുത്തത്. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ അറിഞ്ഞുകൂടാ. ഈ മനുഷ്യൻ തിരുവല്ല സഭയിൽ എത്ര നാളായിട്ട് വരികയാണെന്ന് അറിയാമോ? ഡോക്ടർ ജോൺ അലക്സിന്റെ കൂടെ ഈ യൗവനക്കാരൻ നാളുകളായി തിരുവല്ല ചർച്ച് വരികയാണ്. ഞാൻ ജോൺ അലക്സ് സാറിനെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെയും ഗ്രീറ്റ് ചെയ്യും. കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നി അദ്ദേഹത്തിനെ ഒന്ന് ക്ഷണിക്കണം. അപ്പം ഞായറാഴ്ച ഒരു 20 മിനിറ്റ് ആകട്ടെ എന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, വേണ്ട, 1 മണിക്കൂർ കിട്ടുമല്ലോ, ഓൺലൈനിൽ വാ. അദ്ദേഹം സന്തോഷത്തോടെ. അപ്പം അദ്ദേഹത്തിന് മലയാളം അല്പം പറയാമെങ്കിലും ഇംഗ്ലീഷാണ് ദൈവവചനം പറയാൻ അദ്ദേഹത്തിന് കുറച്ചുകൂടെ പ്രായോഗികമായി സാധിക്കുന്നത്. അപ്പം ഇങ്ങനെ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു ബുധനാഴ്ച വാക്കിനേക്ക് ജോൺ അലക്സാർ ഒരു PDF-ൽ അദ്ദേഹത്തിൻ്റെ ചില ക്വാളിഫിക്കേഷൻസ് ഒന്ന് എനിക്ക് ഇട്ടു തന്നു. ഉള്ള കാര്യം ഞാൻ പറയാം, വേരുണ്ടുപോയി. ഞാൻ 24-25 വയസ്സേ ഉള്ളൂ. ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. 3-4 ഭാഷ കൈകാര്യം ചെയ്യുന്ന മനുഷ്യനാണ്. എവിടെ ഇരിക്കും അദ്ദേഹം? ഇങ്ങനെ ശാന്തമായിട്ടിരുന്ന് ദൈവവചനം കേൾക്കും. നമ്മളോട് അദ്ദേഹം ഇന്ന് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരാളാണ്. ലുക്ക് അറ്റ് ദ വേ. അല്ലാതെ തെളിയിക്കണം നമുക്കില്ല. അദ്ദേഹത്തിന് ഒരു തെളിവില്ല. 1 മണിക്കൂർ അദ്ദേഹം സമയം കൊടുത്തപ്പോൾ 90-ാം സങ്കീർത്തനത്തിൽ നിന്ന് 2 വചനമാ പറയേണ്ടത്. 89 സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലം പറഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിൽ 90-ാം സങ്കീർത്തനം വ്യാഖ്യാനിച്ചു. ഞാൻ ജോൺ അലക്സ് സാറിനോട് പറഞ്ഞു, സാറേ ഇതെന്തു? അദ്ദേഹം എന്നോട് പറഞ്ഞ 150 സങ്കീർത്തനം ഇതുപോലെ അറിയാം. മനസ്സിലാകുന്നുണ്ടോ? ഹംബിൾ അവർസെൽവ്സ്. ഇത് നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ല. പക്ഷെ ഇതാണ് ചാല്. ഇല്ലില്ല, ഞാൻ തെളിയിക്കും. God will not back that. That's the problem. വീണുപോയ മനുഷ്യന്റെ ഒരു സ്വഭാവമാണിത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ വീണുപോയ മനുഷ്യൻ എന്ന നിലയിൽ പാപികളായിരുന്നു, പാപത്ത് നീങ്ങുമായിരുന്നു. പക്ഷേ സുവിശേഷം കേട്ടു. സുവിശേഷം കേട്ടപ്പോൾ ഈ നമ്മുടെ അകത്ത് സുവിശേഷത്തോട് വിരോധിക്കുന്ന ഒരു നിഗള മനോഭാവമുണ്ട്. ബൈ ദ വേ, അറിഞ്ഞില്ലെങ്കിൽ അറിയണം, സുവിശേഷം ഏറ്റെടുക്കാത്ത സകല പൊന്നുമോനും നിഗളികളാണ്. ഇല്ലില്ല, പക്ഷെ വളരെ ശാന്തമായിട്ട് ഇടപെടുന്ന അതൊക്കെ ആയിരിക്കാം, നിഗളിയാണ്. They are at rebellion against God. അപ്പൊ സുവിശേഷം കേട്ടപ്പോൾ അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടക്കുന്ന ഈ നിഗളിയുടെ അകത്ത് ഹോളി സ്പിരിറ്റ് വചനമെടുത്ത നിഗളത്തെ ഉടച്ചു. അങ്ങനാണ് പാപിയായി നമ്മൾ കൈ നീട്ടിയത്.
എനിക്ക് രക്ഷകനെ ആവശ്യമാണ്, ആ രക്ഷ ആവശ്യമാണ്. Pride was bulldozed by the power of the Holy Spirit through the word of God. നമ്മൾ ഒത്തിരി ഉടക്കിയിട്ടുള്ളവരാണ് അല്ലേ? രക്ഷിക്കപ്പെട്ടു പിന്നെ സ്നാനം, ഞങ്ങളൊന്ന് സ്നാനപ്പെട്ടതൊക്കെയാ ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ? അതെല്ലാം മുഴുവൻ നിഗളമാണ്. പക്ഷെ ഈ നിഗളികളായ നമ്മുടെ ഉള്ളത്തിൽ ആത്മാവ് കൺവിക്ഷൻ ഇട്ടു. നിഗളത്തെ ആത്മാവ് വചനത്താൽ ഉടച്ചു. സജിയൻ ഡെയ്സിയുമാണ് ഞാൻ ഇവിടെ ആദ്യം കാണുന്നത്. ചുണ്ടമണ്ണിലെ വീട്ടിൽ വെച്ചാ കാണുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന രംഗം. സജി ഭയങ്കര പുള്ളിയായിരുന്നു കേട്ടു. സജിക്ക് നമ്മളെ മോത്തൂക്കിയിട്ട് നോ പറയാനും ഒക്കത്തില്ല, മറ്റേ തൊട്ട് വിടാനും ഒക്കത്തില്ല, ഇങ്ങനെ നിൽക്കുക. പക്ഷെ അന്ന് ദൈവത്തിൻ്റെ വചനം അകത്ത് കയറി ആ എതിർത്ത് നിൽക്കുന്ന ആ നിഗള, സുവിശേഷത്തെ തിരസ്കരിക്കുന്ന, പാരമ്പര്യമോ വലുത് എന്ന് ചിന്തിച്ചതിനെ തച്ചുടച്ചു. അതാണ് നമ്മുടെ കൺവേർഷനിൽ നടക്കുന്നത്. ദൈവം മുൻപാകെ എൻ്റെ സൽപ്രവൃത്തിയോ പാരമ്പര്യം കൊണ്ടോ ഒന്നും നടക്കത്തില്ലെന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ നമുക്ക് സ്വീകരിപ്പാൻ ഇടയായിത്തീർന്നു. ഈ അത്ഭുതമാണ് നമ്മുടെ കൺവേർഷനിൽ നടക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ വിശ്വാസികളായി നമ്മൾ ആ നിഗളം പെർമനന്റായി പോകുന്നില്ല. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടാൻ കാരണം, വിശ്വസിക്കാൻ കാരണം ദൈവത്തിന്റെ കൃപ പകർന്നതാ. അങ്ങനെ ആ നിഗള മനോഭാവത്തെ ഉടച്ചു. പക്ഷേ നീതീകരിക്കപ്പെട്ട നമുക്ക് വിശുദ്ധീകരണത്തിന്റെ ഒരു പാതയുണ്ട്. യേശുക്രിസ്തുവിന്റെ തനി രൂപത്തോട് അനുരൂപമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ശരിക്കും ഈ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇങ്ങനെ അതിനെ ഒന്ന് ശ്രമിക്കുക. നിഗളത്തിന്മേൽ സൗമ്യതയുടെ വിജയമാണ് ആത്മാവിനാൽ. ഓരോ പാപസ്വഭാവം, ക്രിസ്തുയേശുവിന് നിരക്കാത്ത, അവിടുത്തെ സ്വഭാവത്തോട് നിരക്കാത്ത സകല നമ്മുടെ അകത്തുള്ള പാപവഴികൾ അനുദിനം നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. അതെങ്ങനെയാ? അഗെയിൻ ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. സൗമ്യതയിലേക്ക് രക്ഷണ്യ പ്രവൃത്തി നമ്മുടെ ഉള്ളിലാകാൻ നിഗളത്തെ തച്ചുടച്ച് സൗമ്യതയിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് വന്നതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ നിഗളത്തിന്മേൽ സൗമ്യതയുടെ വിജയമാണ് സാങ്ക്ടിഫിക്കേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ്. നമ്മുടെ മരണ ദിവസം വരെ നടക്കും. അതുകൊണ്ട് ഞങ്ങൾ വലിയൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നൊന്നും നമ്മൾ ചാടിക്കറി പറയരുത്. നമ്മുടെ എല്ലാവരുടെ അകത്ത് എന്തോ ഉണ്ട്. വീട്ടിലാന്നേലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞതിന് ഇനി അപ്പുറത്ത് ഇല്ല അല്ല. എന്നാലും അവള് പറയുന്ന കുറച്ചുകൂടെ ഇതല്ലേ, ആര് പറഞ്ഞാലും. സ്തോത്രം. ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ അകത്ത് ഈ സംഭവം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. 20-ാം വാക്യം നിങ്ങൾ പരിശോധിക്കണം, നമുക്കറിയാം, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. ഈ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരും അവിടുന്ന് മശിയാണെന്ന് ഏറ്റുപറഞ്ഞവരുമാണ്. അവരുടെ അകത്ത് നിഗളമുണ്ടോ? 20-ാം വാക്യത്തിന്റെ ഒരു വിശദീകരണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വിപുലമായി മത്തായിയുടെ സുവിശേഷം 16:16 രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു. They have a revelation of the identity of Christ. അവരത് ഏറ്റുപറഞ്ഞവരാ. മക്കളെ, ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ സ്നാനപ്പെട്ടവർ, ഞാൻ സ്നാനപ്പെട്ടു, ഇനിയൊന്നുമില്ല, സ്തോത്ര കാഴ്ച ഇടണം, ദശാംശം കൊണ്ടേ കൊടുക്കണം. അങ്ങനല്ല. യോഹന്നാന്റെ സുവിശേഷം 6:68 ഈ ശിഷ്യന്മാര് ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ വിട്ടേച്ചു പോകുമ്പോൾ വിടത്തില്ലെന്നും പറഞ്ഞ് കമ്മിറ്റഡ് ആയിട്ട് നിന്ന ആളുകളാണ്. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും?
നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. They believed in Jesus. They are committed to Jesus. പിന്നെ 9-ാം അധ്യായത്തിന്റെ 1, 2, 6 ഈ വാക്യങ്ങളിലൊക്കെ എന്താ? They ministered to Jesus. ദൈവരാജ്യം പ്രഘോഷിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. നമ്മുടെ ഭാഷ പറയാ ശുശ്രൂഷയുള്ളവരാ. പക്ഷെ 46-ാം വാക്യത്തിൽ എന്താണ്? ഞങ്ങൾ തമ്മിൽ ഒരു വാദം. ഇത്രയും ശുശ്രൂഷയുള്ള ആളിനോ? അതെ, നമ്മളിത് പ്രിയരെ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക. നോക്കിക്കേ, ഈ ശിഷ്യന്മാര് ഇപ്പോ 46-ാം വാക്യത്തിൽ വന്നിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരുപാട് മാറ്റമൊക്കെ അവർ വന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. എന്നാലും ഈ വിഷയത്തിൽ അവരുടെ ഹൃദയത്തിന്റെ നിഗളവും അപക്വതയുമല്ലേ വെളിപ്പെടുന്നത്. They are so immature. ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവരുടെ വിശുദ്ധീകരണത്തിന്റെ തുടക്കം ഇത്രയേ ഉള്ളൂ. നീ കിടക്കുകയല്ലേ റോഡ്. സ്തോത്രം. ശരിക്കും വീണുപോയ മനുഷ്യന്റെ നിഗളത്തോട് നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ക്രിസ്തുവേശുവിലൂടെ ആത്മരക്ഷ പ്രാപിച്ചവരുടെ ക്രിസ്തീയ ജീവിതം. അതെന്താണ്? അതാണ് 23-ാം വാക്യത്തിൽ തന്നെത്താൻ നിഷേധിച്ച് ക്രൂശെടുത്ത് അനുദിനം കർത്താവിനെ അനുഗമിക്കുക. ദാറ്റ് ഈസ് ദ ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ദാറ്റ് ഈസ് ഇൻ കോൺട്രാസ്റ്റ് ടു ദ ഫാളൻ മാൻസ് നേച്ചർ. ഞാൻ യഥാർത്ഥ വിശ്വാസിയിൽ ആത്താണ് ദൈവം ഉടയ്ക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ദൈവസഭകളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എത്ര വലിയ തെറ്റാണ്, തിന്മയാണ് പ്രിയരെ. അത് നമ്മളിങ്ങോട്ട് വരിക, കുറേ സമയം കുറച്ച് ഒച്ചയൊക്കെ വെച്ചോ, ഹല്ലേലൂയ, ഓ കെട്ടെല്ലാം പൊട്ടിയിരിക്കുന്നു. ഇതെന്തൊരു കെട്ടാണിത്? കർത്താവ് നേരിട്ട് പറഞ്ഞിട്ട് they just can't understand. അവരുടെ ഇടയിൽ പ്രശ്നമാണ്. എപ്പോഴും ഓർക്കണം. കേൾക്കുന്നുണ്ടോ? നിഗളം നിമിത്തമാണ് ഭിന്നത ഉണ്ടാകുന്നത്. യൂണിറ്റിയെ തകർക്കുന്നത് നിഗളമാണ്. അത് കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ. പാസ്റ്ററേ, അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, എന്നിട്ട് ആ ക്ലാസ് എടുത്തോടുകൂടി അവർ ശരിയായോ? ഇല്ല. അപ്പം നുറുക്കുന്ന സമയത്ത് പിന്നെ ഇതേ പ്രശ്നം. ഇച്ചിരി പാടാ ഇത് പോകാൻ. കേട്ടോ മോളെ, ലൂക്കോസ് 22 അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പിന്നെയും ശിഷ്യന്മാരെ ക്രൂശിക്കപ്പെടുന്നതിന് തലേ രാത്രി ഇതേ കാര്യത്തിന് പഠിപ്പിക്കുകയാണ്. നോക്കിയാൽ അതിൻ്റെ 24-ാം വാക്യം, തങ്ങളുടെ കൂട്ടത്തിൽ ആര് ആകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കം അവരുടെ ഇടയിൽ. ബ്രദറെ, ഇതേ കാര്യമല്ലേ നമ്മൾ അന്ന് ക്ലാസ് എടുത്തത്? എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. അല്ലെ ക്ലാസ് കേട്ട് നോട്ട് എഴുതിയിട്ട് അല്ല, എന്നാലും ആരാ വലിയവൻ? ഹാർഡ്. സ്തോത്രം. നമ്മുടെ മുൻപിൽ സമയം, ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടായിട്ട് നമുക്ക് പാർട്സായിട്ട് തിരിക്കാം. എന്നാലും ഇവരുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ ഇങ്ങനെ? വചനമല്ലേ കർത്താവ് പറഞ്ഞു തരുന്നത്? നിങ്ങൾ ഇത്രയും അത്ഭുതങ്ങളൊക്കെ കണ്ടതല്ലേ? നിങ്ങൾ കൂടെ നടക്കുകയല്ലേ? നിങ്ങൾ 24 മണിക്കൂറും കർത്താവിനെ ഒബ്സർവ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? യൂദാ നോക്കിയിട്ടൊത്തില്ല, ന്യായാധിപനാകുന്ന പീലാത്തോസ് നോക്കിയിട്ട് പറ്റിയില്ല. വൈ? ശ്രദ്ധിക്കണം. അവരുടെ കാലഘട്ടത്തിൽ യഹൂദ മത അനുസാരികളുടെ സ്വഭാവം ഇതായിരുന്നു. The religious leaders of that time, they were vying for positions. അവരുടെ രീതിയായിരുന്നു ഇത്. അവരുടെ ആത്മീകത അവർ കാണിക്കുന്നത് ഇങ്ങനെയുള്ള പൊങ്ങച്ചങ്ങൾ കാണിച്ചും പ്രവർത്തിച്ചും ആളുകളുടെ മുൻപിൽ കയ്യടി വാങ്ങാനായിട്ട് പലത് കാര്യം ചെയ്തവരാണ്. ഇത് ഇവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ആയതാകാനാണ് സാധ്യത. റബിമാര്, ഫരീസയര്, ഇവരെല്ലാം ഇത് ചെയ്തു.
അവരുടെ മതസംസ്കാരത്തിൽ നിലനിന്നിരുന്ന നിഗള മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന ശണ്ഠയാണ് ഇപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്ന ഈ ശിഷ്യന്മാരിൽ വെളിപ്പെട്ടു വരുന്നത്. ജൂയിഷ് ലീഡേഴ്സ് ഇങ്ങനെയായിരുന്നു. തങ്ങളുടെ ആത്മീകതയുടെ പ്രതീകമായി യഹൂദ മത നേതാക്കൾ നിഗളം പരസ്യമായി പ്രകടിപ്പിച്ചവര്. അല്ല, ഇത് പറഞ്ഞിട്ട് പറയേണ്ടതാ, എന്നാലും ഇന്നും ഇങ്ങനൊക്കെ തന്നെ അല്ലയോ? വേഷത്തിലാണേലും മട്ടിലാണേലും എല്ലാം ഒരുപാട് വമ്പന്മാരെ കാണുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഇനി അങ്ങനെ ആയിരിക്കും ആത്മീകത, അല്ലേ? അല്ല, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മുൻ സമൂഹം വിട്ടൊക്കെ അല്ലയോ ഈ സമൂഹത്തിൽ വന്നത്? മുൻ സമൂഹത്തിൽ എങ്ങനെയായിരുന്നു? ചില ആളുകൾ വരുമ്പോൾ അവരുടെ പ്രൗഢികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടവരും കുറച്ചൊക്കെ അതിനൊത്ത് തുള്ളിയവരും ഒക്കെ ഇല്ലേ? ഈ സമൂഹത്തിൽ വന്നപ്പോൾ ആദ്യം സ്വോത്രം സ്വോത്രം സ്വോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ. പിന്നീടാണ് നമ്മൾ പല വമ്പന്മാരെ കണ്ടത്. അപ്പൊ എന്തെടുത്തു? എടാ ഇതും അതും അല്ല, എല്ലാം ഒന്നാന്നോ? അപ്പൊ നമ്മളും അറിയാതെ എന്തൊടുക്കുക? നമ്മളും അറിയാതെ എൻ്റെ ബൈബിള് കൊണ്ടുപോകാൻ ബ്ലാക്ക് കാറ്റ്. പണ്ട് നമ്മുടെ ഭാരതത്തിൽ ഒരു വിദേശി ഒരുത്തൻ ഗസ്റ്റായിട്ട് വിളിച്ചു വന്നു. എനിക്ക് ബ്ലാക്ക് കാറ്റ് ഇതൊക്കെ ഉണ്ട്. പാവങ്ങളല്ലേ, സാധുക്കളല്ലേ മനുഷ്യരെ. അവൻ്റെ ആവേശത്തിന് അവൻ വന്ന സായിപ്പിനെ കയറി ഒന്ന് തൊട്ടു. ബ്ലാക്ക് കാറ്റ് വന്നവൻ ചെവിക്കല്ല് നോക്കി ഒരു ഒറ്റ അടി കൊടുത്തു. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പറഞ്ഞു, അവൻ്റെ ജീവനെതിരെ ഭീഷണിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആരാണ്? ശ്രേഷ്ഠ യേശുവിൻ്റെ ദാസൻ. ശ്രേഷ്ഠൻ ആരാ ഇപ്പം? അപ്പൊ ഇതെല്ലാം നമ്മളും ശുശ്രൂഷ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ചെല്ലുന്നിടത്തെല്ലാം കരിമീൻ ഫ്രൈ, അല്ലേ? പ്രിയരേ, മനസ്സിലാക്കണേ, കണ്ണുകൾ യേശുവിൽ നിന്ന് മാറിയാൽ യു ആർ ഇൻ ഡേഞ്ചർ. യേശുവാണ് മാതൃക. ക്രൂശ് യേശു പഠിപ്പിക്കുക, അതങ്ങോട്ട് തലച്ചോറി കയറുന്നില്ല. അതിൻ്റെ കാര്യം എന്താ? ഒരുപാട് കാര്യങ്ങളിലുള്ള ഒന്ന്, അവർ കണ്ടും കേട്ടും വളർന്നതൊക്കെ ആ ഒരു പശ്ചാത്തലമാണ്. അങ്ങനെ ആയിരിക്കും ശ്രേഷ്ഠദാസൻ. നിങ്ങൾ നോക്കിയ ആ കാലത്തെ ആളുകൾ മത്തായി 23:5 പറയുന്നത്, തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അതെന്തിനാ? ഗുമ്മ ബ്രദറെ, ഗുമ്മ. സ്തോത്രം. മത്തായി 6:2 എന്തെങ്കിലും ആർക്കേലും ഒരു നന്മ കൊടുത്താലോ അത് നാട്ടുകാരെ എല്ലാം അറിയിക്കും, മുമ്പിൽ കാഹളം ഊതിക്കും. മത്തായി 6:16 ഇനി ഉപവാസമാണ്. ഇതെല്ലാം ഇന്ന് നടക്കുന്ന കാര്യമാണ്. 21-40 ഒക്കെ ഇരുന്ന് നാട്ടുകാരെ മുഴുവനും അറിയിക്കും. ഇതല്ല കർത്താവ് പറഞ്ഞത്. എങ്ങനെ ഇരിക്കാനാ? ഇവിടെ എങ്ങനെ അവർ ചെയ്തത്? അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അപ്പൊ അവര് കണ്ട ഒരു ആത്മീകത അതാ. ആത്മീകനാണോ അച്ഛൻ? പക്ഷെ അച്ഛനെ കുറിച്ചൊന്നും കേൾക്കാനില്ല. ആത്മീകനാണെങ്കിൽ ഇവിടെ അച്ഛൻ ഇന്നലെ നീ ആ സ്തോത്രാഴ്ച കൊടുക്കുന്ന കണ്ടായിരുന്നു? കണ്ടു. അച്ഛൻ എപ്പോഴും ഉപവാസവും പ്രാർത്ഥന. This is what was going on. അവിടെ കുഞ്ഞുങ്ങളെല്ലാവരും ഞാൻ പറയാം കേട്ടോ, യേശുവിൽ നിന്ന് കണ്ണ് മാറ്റൽ. യേശു പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് പോകരുത്. ഇന്ന് കാണുന്നതല്ല ആത്മീകത. നമ്മെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. സ്തോത്രം. ഓരോ നാട്ടിലെ ഓരോ വേഷം ഇടണം. ഇപ്പം നമ്മൾ തണുപ്പ് കാലത്ത് അമേരിക്ക പോലുള്ള സ്ഥലത്ത് ചെന്നാൽ സൂട്ടും കോട്ടും സ്വെറ്ററും ഒക്കെ ഇടണം. പക്ഷെ ഈ ടെമ്പറേച്ചറിനകത്ത് 3 പീസ് സൂട്ട് ഇട്ടാൽ എന്തായി പോവും? കബാബ് പഞ്ചായക. നമ്മുടെ സഹോദരന്മാരൊക്കെ പറഞ്ഞിരിക്കുക AC ആക്കണമെന്ന്. സ്തോത്രം. അതെന്തിനാ പിന്നെ ഈ ക്ലൈമറ്റിൽ ഇതെല്ലാം ഇടുന്നത്? നമ്മൾ അഭിഷിക്തരാണ്. ഈ അഭിഷേകം ഇങ്ങനെ പറയുന്നു തന്നെ. ഇതേ അനുഭവമായിരുന്നു അവർക്ക്. ഇതിലൊരു പക്ഷെ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. പ്രാർത്ഥിക്കുകയാണെങ്കിലും ഉപവസിക്കുകയാണെങ്കിലും ഇതെല്ലാം നാട്ടുകാർക്ക് വിളങ്ങേണ്ടതിന്,
46 വാക്യത്തിന്റെ 2 ഭാഗം. ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. എന്താണ് വാദം? അല്ല, ഞങ്ങളിൽ വലിയവൻ ആരാണ്, പക്ഷേ എന്ത് പറഞ്ഞാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്തുവാ വാദം അറിഞ്ഞുകൂടാ. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിഗമനങ്ങൾ മറുരൂപമല 3 പേരാ പോയത്. കർത്താവിൻ്റെ മഹത്വം അവർ കണ്ടു. ആദ്യം കിടന്ന് ഉറങ്ങിയെങ്കിലും പിന്നെ കണ്ടു. ഇറങ്ങി വരുന്നു. 9 പേർ പരാജിതരായി നിൽക്കുന്നു. നമ്മളായിട്ടൊന്ന് ചിന്തിച്ച്, ഇതിനകത്തുനിന്ന് ഒരു 3 പേര് 4 പേര് ഒരു സ്ഥലം വരെ അവര് ഡെസിഗ്നേറ്റഡ്, അവരെ കൊണ്ടുപോയി. സ്തോത്രം. ആ വന്നവരെന്താ പറയാ? സ്തോത്രം. ഈ ചർച്ചിനോടുള്ള ബന്ധത്തിൽ നിങ്ങളെപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ 3 പേരെ കർത്താവ് കൊണ്ടുപോകുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളൊന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ആ 9 പേര് വല്ലാതെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവരിലൊരുത്തം പറയാ, എടേ, നിങ്ങളെ ഞങ്ങളോട് ഇങ്ങനെ വിടാനൊക്കത്തില്ല, കാരണം നിങ്ങളെ എപ്പോഴും കണ്ണം പെട്ടത്ത് വേണം, അതിനായി കൊണ്ടുപോകുന്നത്. അയ്യോ, കണ്ടോ? ഇതൊക്കെയാണ് പ്രശ്നം. വേറെ ഒരു വാദം അറിഞ്ഞുകൂടാ. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യം. ആരാണ് എന്നാലും കൂടുതൽ? എന്നാലും റാന്നിയിലോട്ട് ഞാൻ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തുമായിരുന്നു. അപ്പോൾ ഒരുത്തൻ, എന്നിട്ട് ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ, ആ അച്ചായൻ്റെ മോൻ ഭൂതം ബാധിച്ചിരിക്കായിരുന്നല്ലോ, ഇവിടെ ഒന്നും എല്ലാം പിന്നെ നിനക്കങ്ങ് ചെയ്യാൻ വരും. പ്രശ്നമാ. പഴയ കാല അനുഭവങ്ങളെ അവർ വീമ്പിളക്കി പറയുക. അതെന്തിനാ? ഇപ്പോഴത്തെ ഫെയിലിയർ മറക്കാൻ. അവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. ഇതാകാനാണ് വാദം. ആമേൻ, ഹല്ലേലൂയ. ഓക്കെ, കാലാവസ്ഥയൊക്കെ പ്രതികൂലമായി, ഞാൻ നിർത്താം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ നിമിത്തമായിരിക്കാം അവരുടെ ഇടയിൽ ഒരു വലിയ ചർച്ച, ഒരു വലിയ പ്രശ്നം. ഏതായാലും അവരുടെ അകത്തെ ആ അപക്വമായ ജഡ സ്വഭാവത്തിന്റെ ഒരു വെളിപ്പെടുത്തല. നോയിക്കേ, വാദമുണ്ടായെന്ന്. എത്ര ഫൂളിഷാണിത്! ആരാ ഇവർക്ക് അങ്ങനെ വാദിക്കാൻ കൊള്ളാമോ? ഇവർ മിക്കവരും മുക്കവന്മാരല്ലേ. ഇപ്പോൾ എന്താ പറയുന്നത്? ദൈവരാജ്യം അക്ഷരീകമായിട്ട് വരുമ്പോൾ ഞങ്ങൾ ആരായിരിക്കും അതിനകത്തുനിന്ന്? എന്താ ബ്രദറെ, ഇങ്ങനൊക്കെ ബ്രദർ പറയാമോ? ലോകപ്രകാരം കൂടുതൽ ഒന്നും പറയാനില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ്. ഒരു പ്രാർത്ഥനായോഗത്തിന് ചെന്നാൽ നേരെ ചൊവ്വേ 2.5 മണിക്കൂർ ഉറങ്ങാതിരിക്കാൻ ഗപ്പില്ലാത്ത ഉള്ളികൾ ചോദിക്കുക, ഞങ്ങളി വലിയവരാരാ? ഓ സ്വതന്ത്രം. മറുരൂപമലയുടെ കാര്യമാകട്ടോ അല്ലേ, ഞങ്ങളെ കുത്തി പറഞ്ഞു. നിങ്ങളെ അല്ല, ഇവരുടെ കാര്യമാണ് പറയുന്നത്. മറുരൂപമലയിൽ സ്വതന്ത്രം. പക്ഷെ ഇപ്പോഴത്തെ വാദം എന്താണ്? ഞങ്ങളിൽ വലിയവർ ആരാണ്? എത്ര മണ്ടത്തരമാണ്! കർത്താവ് അവരോട് പറയാ, തന്നെത്താൻ തിരസ്കരിക്ക്, തന്നെത്താൻ ത്യജിക്ക്, ക്രൂശ് എടുക്ക്. അവർക്ക് മനസ്സിലാകുന്നില്ല, ക്രൂശ് ഇല്ലാതെ ഏണിയുടെ ഏറ്റവും മണ്ടയ്ക്ക് അവർക്ക് ചെല്ലണം. വെരി ഫൂളിഷ്. ഇവിടെ വെളിപ്പെടുന്ന അപകടം നിഗളം ബന്ധങ്ങളെ ഉലച്ചുകൊണ്ട് ഐക്യതയെ തകർക്കുന്നു എന്നതാണ്. നിഗളം നിമിത്തമാണ് ശണ്ഠയും തർക്കങ്ങളും വാദങ്ങളും സ്വയ പുകഴ്ചകൾ ഉയർച്ചകൾ ഇത് മുഴുവൻ. ഇത് തന്നെയായി കുടുംബത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോ, ഞാൻ ഏത് കുടുംബത്തിലെ അറിയാമോ? നിഗളമാണ്. സ്തോത്രം. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നിഗളം എപ്പോഴും സ്വയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. അത് മറ്റുള്ളവരോട് നിസ്സംഗത പുലർത്തുന്നു. ഇത് തന്നെയായിരുന്നു 1 കൊരിന്ത്യർ 3:3. എന്താണ്? നിങ്ങളുടെ ഇടയിൽ ഈർച്ചയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ? അവരിൽ വെച്ചാരാ വലിയവൻ?
ഇവർ കൂടെ നടക്കുന്ന ആരാ? വാഴ്ത്തപ്പെട്ട കർത്താവ്. സ്വർഗീയ മഹിമകളെ മുഴുവനും വെടിഞ്ഞ് ഈ താണ ഭൂമിയിൽ മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്ന കർത്താവിൻ്റെ താഴ്മ കണ്ട് കൂടെ നടന്നവരാണ് ഈ രാജ്യത്തിൽ ഞങ്ങൾ ആരാ വലിയവൻ. താഴ്മയുടെ ഏറ്റവും വലിയ ഉത്തമ എക്സാമ്പിൾ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാർമൻ ക്രിസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പദ്യം, ഒരു പാട്ട് പൗലോസ് എഴുതിയതാണെന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അതിനെ 3 മുതൽ വായിക്കണം. വാസ്തവത്തിൽ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താ ഭാവം? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹി ഈസ് ദി എക്സാമ്പിൾ ഫോർ ഓൾ ബിലീവേഴ്സ്. ഈ എക്സാമ്പിൾ എപ്പോഴും നമ്മുടെ മുൻപിൽ നിന്നില്ലെങ്കിൽ യു cannot fight pride. ഇതിന് കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വീക്കിലുണ്ട്. ഇതിന് മറുപടി കർത്താവ് എന്തോ പറഞ്ഞു? ഒരു കുഞ്ഞിനെ എടുത്തവരുടെ മുൻപിൽ നിർത്തി. ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് പത്രോസിന്റെ കുഞ്ഞാണ്, അല്ലെങ്കിൽ ആ ഫാമിലിയിലെയാണെന്ന്. അതിൻ്റെ കാര്യം മർക്കോസും മത്തായും കൂടെ ഒക്കെ വായിച്ചാൽ, മർക്കോസിൽ പ്രത്യേകിച്ച് കഫർനഹൂമിൽ കർത്താവ് ചെന്നു. ഒരു വീട്ടിൽ കയറിയപ്പോഴാണ് ഈ സംഭവങ്ങൾ. പത്രോസിന്റെ ഭവനമാകാം, ഒരു കൊച്ചു കുഞ്ഞിനെ നിർത്തിക്കൊണ്ടെന്ന് പറഞ്ഞാൽ വിഷ്വൽ ഇലസ്ട്രേഷനാ. അവർക്ക് അവരുടെ നിഗളത്തെ ശരിക്കും മനസ്സിലാകാൻ വേണ്ടി ഒരു ഇലസ്ട്രേഷൻ. ദൈവരാജ്യത്തിൽ വലിയവനാരാ? 48 അവസാന ഭാഗം വേണേ ഇവിടോട്ട് നോക്കൂ. 48 അവസാന ഭാഗം. നിങ്ങളെല്ലാവരിലും ചെറിയവനായവൻ അത്രേ വലിയവൻ ആകും എന്ന് അവരോട് പറഞ്ഞു. ആരും തട്ടിപ്പറിക്കണ്ട, ഒന്നും ഭിന്നത ഇടണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഗുണമാ. ഹലോ, ഞാൻ നിർത്താൻ പോവാ. അടുത്ത ആഴ്ച ഇത് വായിച്ചുകൊണ്ട് വരണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഭിന്നത ഇട്ടാൽ വലിയ പ്രശ്നമാണ്. ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പം ഞാനിവിടെ സജിയോട് പറയുക, തൊട്ടടുത്തിരിക്കുന്ന വേങ്ങല ജോസ് ബ്രദറാണ്. ഞാനിപ്പോൾ സജിയോട് സജി, നമ്മൾ ജോസ് ബ്രദറിനെ ഒന്ന് ഇരിക്കേണ്ട, സൂക്ഷിക്കണം കേട്ടോ, കാരണം പുള്ളി ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനൊരു ഉപദേശി പറഞ്ഞെന്നിരിക്കട്ടെ. സജി ആദ്യം വേങ്ങല ജോസിനെ വിളിച്ചു, പാസ്റ്റർ ഇങ്ങനെ ബ്രദറിനെ കുറിച്ചൊന്ന് പറയുന്നത് കേട്ടായിരുന്നു. എന്താ ബ്രദറെ, വല്ലതും ഉണ്ടോ? ഒത്തേ, എനിക്ക് അങ്ങനെ ഇവിടെ അനുഭവം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാനേ ഒക്കത്തുള്ളൂ. പറയാൻ ഉദ്ദേശിച്ചത് ഇതാ: ദൈവസഭയിൽ ഭിന്നത ഉണ്ടാക്കാൻ നീ പരിപാടി ചെയ്താൽ നിന്റെ ആപ്പീസ് കൂട്ടും. മനസ്സിലായോ? ഈ ഞാൻ ലോക്കൽ ഭാഷ ഉപയോഗിച്ചാണ്, നമുക്കല്ലാതെ തിയോളജി ഉപയോഗിച്ചുകൊണ്ട് എനിക്കറിയാം. ഇത് തിയോളജി ഒന്നുമില്ല. തമ്പുരാൻ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ കിടന്ന് കരഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? ഹിന്ദിമേ, ഇംഗ്ലീഷുമേ? നിഗള മനോഭാവം വേണ്ട, മാറ്റുക. താഴ്മ. എന്തോ ചെയ്യാനാ മോളെ? 46-ാം വാക്യം ഒന്ന് വായിച്ചേ. അവരിൽ വെച്ച് ആർ വലിയവൻ എന്നൊരു വാദം അവരുടെ ഇടയിൽ നടന്നു. എന്നിട്ട് യേശു അവരുടെ ഹൃദയ വിചാരം കണ്ട്. അവിടെ നിൽക്കണം.
ഇവിടെ വല്ലതും പറഞ്ഞു ആരെങ്കിലും? ഇല്ല. ഹൃദയ വിചാരം കണ്ടു. ഈ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാ വായ. നീ ആളുകളിൽ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ കൊളുത്തിടുന്ന പോലെ നീ ഈ ചെയ്യുന്നുണ്ടല്ലോ ആ പരിപാടി, നിന്റെ അകം മുഴുവനും പുണ്ണു പിടിച്ചിരിക്കുക. അതുകൊണ്ടാ. അകത്താണ് ശുദ്ധീകരണം വേണ്ടത്. ഈ അകത്ത് നിന്നുള്ളതായി വാ കൊണ്ട് ഈ പറയുന്നത്. അയ്യോ, എത്ര നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ചിന്തകളും വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും എത്ര സൂക്ഷ്മമായിട്ട് വേണം അല്ലേ? ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. ചിലപ്പോഴത്തേക്കൊന്ന് വിൽക്കാം. ഓരോ വാക്കും സൂക്ഷ്മമായിട്ടായിരിക്കണം, കൃപയോടുകൂടിയായിരിക്കണം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവൻ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നിൽക്കും. സഭയിൽ വന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ബാക്കിയോടെ അത് പറ. അവർ ദൈവത്തെ ഹൃദയം ക്ലിയർ ആകണം. നികളമൊക്കെ തുടങ്ങുന്നത് എവിടുന്നാ? അതാ വീട്ടിൽ കാണുന്നത്. നീ കൂടുതലൊന്നും മിണ്ട. അത് തന്നെ അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പിന്നെ പറ്റുന്നില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്തു? നീ ഇങ്ങനെ കിളച്ച് നോക്കുക. പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല. കേട്ടോ? ഒന്നും സംഭവിക്കത്തില്ല. ഇതൊക്കെ മാറ്റിവെച്ച് മാനസാന്തരപ്പെട്ട് ദൈവകൃപയിൽ നിൽക്ക്. പിള്ളേർ അനുഗ്രഹിക്കപ്പെടും. ലോകത്തിൽ ആർക്കും ഒരു ഗുണം ചെയ്തില്ലേലും പിള്ളേർക്ക് ഭാര വെച്ചേച്ച് പോവരുത്. സ്വതന്ത്രം. ഞാൻ നിർത്തുക. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഭാഗം 1, 46 വാക്യം. ഇനി ഈ കുഞ്ഞുങ്ങളെ കർത്താവ് എടുത്തതിൻ്റെ അത് ഒക്കെ നമുക്ക്. അപ്പം നിങ്ങൾ ഓർക്കും, പുള്ളി ഏതാണ്ട് കൊണ്ട് ഇന്ന് ഇതെല്ലാം കൂടെ കാച്ചിക്കുറുക്കി വന്നാണ്. അല്ലല്ലല്ലല്ല. തെളിവ് ആരോനാ. അവൻ്റെ അമ്മ 6-ാം തീയതിയാണ് പോയത്. 6-ാം തീയതി. ഞാൻ എന്നാണ് 5-ാം തീയതി രാത്രിയില്ലേ ഇവിടെ വന്നേ. ഇവരെല്ലാം കേൾക്കാൻ ഞാൻ പറഞ്ഞു, ആരോനെ നീ ബൈബിള് വായിച്ചോടാ. അപ്പം അവനങ്ങോട്ട് ഓർമ്മയില്ല എന്താണ്. ഞാൻ പറഞ്ഞടാ, ഞാൻ ലൂക്കോസ് 9:46 മുതലാ പ്രസംഗിക്കാൻ പോകുന്നത്. അയ്യോ, അത് തന്നെയാണ് ഞാനും വായിച്ചത്. ഓർക്കുന്നു? എന്തിനാ ഇവരോട് പറഞ്ഞതെന്നറിയാമോ? അല്ല, ഇവർ തോന്നും ഏതാണ്ട് പുള്ളി. ഇതൊക്കെയാണ് നമ്മുടെ നന്മയുടെ തടസ്സം. സ്വതന്ത്രം. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കിട്ടിയ ദൂതല്ല, അയിരൂരിരുന്നപ്പോൾ കിട്ടിയതാ. സ്വതന്ത്രം. പണ്ടൊരാൾ അയിരൂർ വന്നിട്ട് പുള്ളി പറഞ്ഞു, അങ്ങോട്ട് വെളിപ്പെടുന്നില്ല, ഒരു 3 ദിവസം ഉപവാസം പറഞ്ഞു. ഞാൻ ഉടനെ ജോളിയോട് പറഞ്ഞു, പെട്ടെന്ന് ഉച്ചഭക്ഷണം കൊടുത്ത് വിടാൻ പറഞ്ഞു. കാരണം എനിക്കിവിടെ എല്ലാം കിട്ടുന്നത്. പുള്ളി റേഞ്ചിലല്ല. നിങ്ങളുടെ വീടുകളിലിരുന്നാൽ മതി. മാത്രമല്ല എൻ്റെ പ്രിയരെ, ഇത് കർത്താവ് പറഞ്ഞ വാക്കല്ലേ? അല്ലേ? ഇത് നമുക്കാവശ്യമല്ലേ? നിങ്ങളോട് എത്ര പേരോട് കർത്താവ് ഇന്ന് പകൽ ഇടപെട്ടു? താഴണം. എൻ്റെ അമ്മ പണ്ട് എന്നോട് പറയുമായിരുന്നു, താണനിലത്തെ നീരോടു അവിടെ ദൈവം. അതൊരു സെക്യുലറാണ്. പക്ഷെ അമ്മ എന്നോട് പലപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, താഴ്മയാണ് പ്രിയരെ ജയം. നമുക്ക് ദൈവസംഘത്തിൽ താഴണം. ഇവിടെ ആരും നമ്മളെ അംഗീകരിക്കേണ്ട. ഒരു കൊച്ചു പൈതലിനെ എടുക്കാന്ന് നിങ്ങൾ ഇന്ന് വരെ കണ്ടുണ്ടോ? നിങ്ങളുടെ മക്കളെ ഞാനാ ഇവിടുത്തെ വലിയവൻ. ഇല്ല, മക്കൾക്ക് അങ്ങനെ ഇല്ല, പിള്ളേർക്കൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ നമുക്കുണ്ട്. നമ്മളത്ര പിള്ളേര് അല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അവനതെല്ലാം മനസ്സിലായി. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വേദഭാഗം നിങ്ങൾ ധ്യാനിക്കണം. വേണ്ടാത്ത കൂട്ടുകെട്ടുകളൊക്കെ വിട്. സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും വളർത്തുകയും ചെയ്യും. ഗോഡ് ബ്ലസ് യു.